അവധി ദിവസം വെളുപ്പിനെ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു മടുപ്പുള്ളവനെയാണ്. പക്ഷെ ഇന്ന് പോകാൻ പോണ സ്ഥലം കുറച്ച് എക്സൈറ്റഡ് പ്ലേസ് ആയതുകൊണ്ട് ആ മടുപ്പ് ഇന്ന് എനിക്കുണ്ടായില്ല. വേറെ എങ്ങോട്ടുമല്ല, പാലക്കാട് കൂത്താമ്പള്ളിയിലുള്ള സുഭാഷ് ടെക്സ്റ്റൈൽസിലോട്ട്. കാറിന്റെ മണ്ണടിച്ച ഉറങ്ങണ ടീംസായിട്ടാണ് ഈ പോക്ക്. അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സ്പോട്ടിലെത്തി. കൂത്താമ്പള്ളിയിലോട്ട് കയറുമ്പോൾ ഇതേപോലത്തെ കുറേ ഹാൻഡിലും ടെക്സ്റ്റൈൽസും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നേരെ ഉദ്ദേശം ഈ കാണുന്ന സുഭാഷ് ടെക്സ്റ്റൈൽസിലോട്ടായിരുന്നു. വന്ന പാടെ ലേഡീസ് പണി തുടങ്ങി. ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴേ ജെൻസിനെ ബോറടിക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഇവരും ഞങ്ങളെക്കാൾ ഓണായിരുന്നു ഗൈസ്. ഇവിടുത്തെ സെലക്ഷനെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കസ്റ്റമർ സർവീസ്. ഞങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ വന്ന ചേച്ചി എൻ്റെ പൊന്നെ എന്ത് നല്ല രീതിയിലാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിനൊത്ത് ചേച്ചി ക്ഷമയോടുകൂടെ നിന്ന്. ആൻഡ് മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ഷോപ്പിംഗ് ഇസ് ദിസ്. കാപ്പി കിട്ടും. ടെക്സ്റ്റൈൽസിലെ കാപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ എല്ലാവരുടെയും ആവശ്യത്തിനുള്ള സാരി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുരിദാർ എടുക്കാൻ പൊക്കത്തോട്ടെ. അങ്ങനെ എല്ലാവർക്കും ചുരിദാർ എടുത്ത് കഴിഞ്ഞപ്പോൾ ലെഹങ്ക കിടക്കണുണ്ട്. കല്യാണത്തിനുള്ള സൂപ്പർ ലെഹങ്കകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഗേൾസിന് മാത്രമല്ല ബോയ്സിനുള്ള ലെഹങ്കയുമുണ്ട് ഗൈസ്. ഇവൻ ഈ ലെഹങ്ക മീനെ പിടിക്കാൻ വേണം എന്നാണ് ഇവൻ പറഞ്ഞത്. ഞങ്ങളുടെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ നേരെ ജെൻസ് പർച്ചേസിങ്ങിലോട്ട് പോയി. സാരിയും ചുരിദാർ സെലക്ഷൻ പോലെ തന്നെ ഷർട്ടും മുണ്ടിൻ്റെയും ഹാൻഡിലും കളക്ഷൻസ് ഇവിടെ ധാരാളം ഉണ്ട്. ആക്ച്വലി എന്നെ അമ്മയും ആൻറ്റിമാരും കൊണ്ടുവന്നത് അവർക്ക് സെലക്ഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും എൻ്റെ ഉദ്ദേശം എനിക്ക് എങ്ങനെയാലും അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സ് എടുക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഗൈസ് അവിടെ നിന്ന് ഇറങ്ങിയത്. അവിടെ ഓണറും ഞങ്ങളോട് വന്ന് സംസാരിച്ച് എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങൾ 2 വണ്ടിയിലും കയറ്റി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.